നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കൊല്ലം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ചലച്ചിത്ര താരം എം മുകേഷ് മത്സരിക്കില്ല എന്ന് ഉറപ്പായതോടെ CPM പുതിയ സ്ഥാനാർത്ഥിയെ തേടുകയാണ്. 2016-ലും 2021-ലും എം മുകേഷാണ് അവിടെ നിന്നും CPM സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. എന്നാൽ ലൈംഗിക പീഡന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇനി മുകേഷിനെ മത്സരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് പാർട്ടി എത്തിച്ചേർത്തിരിക്കുന്നത്. മുകേഷിനോട് കൊല്ലം ജില്ലയിലെ പരിപാടിയിൽ അല്ലെങ്കിൽ കൊല്ലം നിയോജക മണ്ഡലത്തിലെ ഒരു പരിപാടിയിലും പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പോലും പാർട്ടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ ലൈംഗിക പീഡനാരോപണം ഉയർന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2026-ലെ തെരഞ്ഞെടുപ്പിലും എം മുകേഷ് തന്നെ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാകുമായിരുന്നു. കാരണം 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പല MLA-മാരോടും ഇപ്പോൾ 2-3 പ്രാവശ്യമായി തുടരുന്ന MLA-മാരോടെല്ലാം മത്സരിക്കാനുള്ള നിർദ്ദേശം പാർട്ടി നൽകിയിട്ടുണ്ട്. MLA-മാരെ ഇപ്പോൾ മാറ്റണ്ട, ഇപ്പോൾ ഉള്ളവർ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എം മുകേഷിന് മൂന്നാമതൊരു അവസരം കൂടി കിട്ടുമായിരുന്നു. പക്ഷേ ലൈംഗിക പീഡനാരോപണം ഉയരുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തതോടെ ഇനി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കൊല്ലം CPM ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം എത്തിച്ചേർന്നു. ഇതവർ പിണറായി വിജയനെ അറിയിക്കുകയും അദ്ദേഹം ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എം മുകേഷ് മാറിക്കഴിഞ്ഞാൽ ആരായിരിക്കും കൊല്ലത്ത് CPM സ്ഥാനാർത്ഥി? മറ്റാരുമല്ല, അല്ലെങ്കിൽ CPM തേടുന്നത് മറ്റാരെയുമല്ല, ചിന്താ ജെറോമിനെ തന്നെയാണ്. കൊല്ലത്ത് ചിന്താ ജെറോം മത്സരിക്കട്ടെ എന്ന വാദത്തിന് തത്വത്തിൽ പാർട്ടിക്കുള്ളിൽ അംഗീകാരം ലഭിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിന്താ ജെറോമിനെ പോലുള്ളൊരു യുവ നേതാവ് കൊല്ലത്ത് നിന്ന് മത്സരിച്ചാൽ പാർട്ടിയിൽ അത് വലിയ ഒരു ഓളമുണ്ടാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ മുകേഷ് മാറിക്കഴിയുമ്പോൾ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും ചിന്താ ജെറോം മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൽ നിന്നും ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. നേരത്തെ കുണ്ടറയിൽ മത്സരിക്കാനാണ് ചിന്താ ജെറോമിനോട് പാർട്ടി ആവശ്യപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ കുണ്ടറയിൽ PC വിഷ്ണുനാഥ് കളം പിടിച്ചു കഴിഞ്ഞു. ഇനി PC വിഷ്ണുനാഥിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കുണ്ടറയിൽ പോയി ബലിയാടാകേണ്ട എന്നുള്ളൊരു ഉപദേശം ചില പാർട്ടി നേതാക്കൾ ചിന്താ ജെറോമിന് നൽകിയെന്നും അതുകൊണ്ട് അവർ കൊല്ലത്ത് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെന്നുമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കുണ്ടറയിൽ കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടി അമ്മയെ പരാജയപ്പെടുത്തിയ PC വിഷ്ണുനാഥ് അവിടെ MLA എന്നുള്ള നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഇനി അത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഇളക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുണ്ടറയിൽ മത്സരിക്കേണ്ട, അവിടെ മത്സരിച്ച് ബലിയാടാകേണ്ട, കൊല്ലത്ത് മത്സരിച്ചുകൊണ്ട് കൊല്ലത്ത് കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ബിന്ദു കൃഷിയെ പോലെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചിന്താ ജെറോമിന് നല്ല സാധ്യതയുണ്ട് എന്നൊക്കെയാണ് CPM കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്, CPM കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് കൊല്ലത്ത് ചിന്താ ജെറോം മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ തത്വത്തിൽ CPM-നുള്ളിൽ ഒരു തീരുമാനം ആയിക്കഴിഞ്ഞു. കോൺഗ്രസ് ആ സീറ്റ് RSPക്ക് നൽകുകയാണെങ്കിൽ അവിടെ മുൻ മന്ത്രി ഷിബു ബേബി ജോൺ മത്സരിക്കും. ഷിബു ബേബി ജോൺ മത്സരിച്ചാൽ ചിന്താ ജെറോമിന് കയറിപ്പോരുക അത്ര എളുപ്പമാകില്ല എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട്, ചിന്താ ജെറോം കൊല്ലത്ത് മത്സരിക്കട്ടെ എന്നുള്ള കാര്യത്തിൽ തത്വത്തിൽ ഒരു തീരുമാനം CPM എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ ചിന്താ ജെറോം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന.